അവിടെയാണ് നമ്മുടെ നാടിൻ്റെ വളർച്ചയുടെ കേരളത്തിലുള്ള ഇടപെടലുകളുടെ ചരിത്രം നാം പരിശോധിക്കുന്നത്. ഇപ്പോൾ 10 വർഷമായി LDF ആണ് അധികാരത്തിലിരിക്കുന്നത്. 10 വർഷം മുൻപുള്ള കേരളമുണ്ടല്ലോ. ആ കേരളത്തിൽ നിന്നുകൊണ്ട് നാടിൻ്റെ വികസനത്തെക്കുറിച്ച് ആർക്കെങ്കിലും ആലോചിക്കാൻ കഴിയുന്നില്ല. അന്നത്തെ അവസ്ഥ എന്നാൽ ആ കാലത്തെ അവസ്ഥ നമ്മുടെ കേരളം എല്ലാ മേഖലയും തകരുന്നത്. തകരാത്ത ഒരു മേഖലയും മാത്രമല്ല കേരളത്തിൽ ജീവിക്കുന്നത് ഇനി ഇതിനൊന്ന് മാറ്റമുള്ളതാണ്. ഇങ്ങനെയായിപ്പോയി, എല്ലാ നാടും ഇങ്ങനെയായിപ്പോയി, എല്ലാ ജില്ലയിലും. നമ്മുടെ ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് സഹോദരങ്ങൾ പുറത്താണ് പ്രവാസ ജീവിതം നയിക്കുന്നത്. അവർ ജീവിക്കുന്നത് ലോകത്തിലെ ആധുനിക സൗകര്യങ്ങളെല്ലാം അനുഭവിക്കുന്നുണ്ട്. അവിടുന്ന് അവർ നാട്ടിലേക്ക് വരുമ്പോൾ പഴയതിന് മാറ്റമില്ലാന്ന് മാത്രമല്ല, അവർ പോകുന്ന കാലത്തുള്ളതിനേക്കാളും കുറച്ചുകൂടി കുറഞ്ഞു പോയതോ, കഴിഞ്ഞ കാലത്തുള്ളതിനേക്കാളും കുറഞ്ഞു പോയതോ, ഇത്തരം ചിന്തയിലാണ് അവർ. അതിൻ്റെതായ രോഷം, ശാപവാക്കുകൾ എല്ലാം അവരെ പറഞ്ഞു പോയി. എല്ലാവരും കടുത്ത നിരാശ. 2016 മുൻപുള്ള 5 വർഷക്കാലം കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് ആർക്കും ചിന്തിക്കാൻ കഴിയില്ല, സ്വപ്നം കാണാനും കഴിയില്ല. മറ്റൊരുപാട് വികസനങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ എൻ്റെ നാടിങ്ങനെ ആയിപ്പോയി എന്ന ചിന്തയിലായി. 2016 LDF ഞങ്ങൾ അധികാരത്തിലെത്തുന്നു. അധികാരത്തിലേറിയാൽ എന്താണ് ചെയ്യുക എന്ന് LDF നേരത്തെ പറയുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള